ഇന്നലെ ഗുരുവായൂരപ്പനെ ഒരു കയ്യിൽ വെണ്ണൂറിലുണ്ട്, മറ്റേ കയ്യിൽ ഓടക്കുഴലുണ്ട്. എന്നിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ് കേട്ടോ, ഇങ്ങനെ മുട്ടുകാലിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മളേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാ, നല്ല സന്തോഷമുണ്ട് മുഖത്തൊക്കെ. പിന്നെ ഇന്നലെ സോപാനന്ദോടിലായിരുന്നു, വളരെ തിരക്ക് ഇങ്ങനെ കുറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ ക്രമേണ ഇത്തിരി കുറഞ്ഞ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സോപാനന്ദോടിലായിരുന്നു കേട്ടോ. ഭഗവാനെ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. നല്ല ഭംഗിയിൽ അണിയിച്ചിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഭഗവാനെ. നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ആ വെണ്ണയൊക്കെ കയ്യിൽ കിട്ടിയ സന്തോഷമുണ്ട്, നമ്മളെയൊക്കെ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണുന്നുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ സുന്ദരനായിട്ട് നിൽക്കുന്ന ഉണ്ണി കണ്ണനായിരുന്നു. 3 തിരുമുടിമാലയുണ്ട് ഭഗവാനെ. ഒരെണ്ണം നന്ദ്യാർവട്ടവും തെച്ചിയും കൂടിയിട്ടാ. അതിൽ നന്ദ്യാർവട്ടം ആ വെളുത്ത കളറാണ് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നത്, ചെറുതായിട്ടാണ് ആ ഒരു തെച്ചിപ്പൂ ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ തിരുമുടിമാലയിൽ 3 നിറമുണ്ട് കേട്ടോ. അതായത് നന്ദ്യാർവട്ടമുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്. പിന്നെ ഒരു തിരുമുടിമാല മുഴുവനായിട്ടും തെച്ചിപ്പൂക്കളായിരുന്നു. അങ്ങനെയായിരുന്നു 3 മാലകൾ ഉണ്ടായിരുന്നത്. പിന്നെ 2 ഉണ്ടമാലകളും. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയും തുളസിയാണ്. തെച്ചിയാണ് ധാരാളമായിട്ട് കോർത്തിരിക്കുന്നത്, പിന്നെ ഇടയിലായിട്ട് കുറേശ്ശെ തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയും തുളസിയും കൂടിയിട്ടായിരുന്നു. അതിലും താമരയാണ് ധാരാളമായിട്ട്, താമരയുടെ ഇതളാണ് കേട്ടോ ധാരാളമായിട്ട് കോർത്തിരിക്കുന്നത്. പിന്നെ കുറേശ്ശെ തുളസി. അങ്ങനെയാണ് 2 ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് മുട്ടുകുത്തിയിട്ട് വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ട് ഭഗവാൻ നമ്മളേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിരീടമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന് മുകളിൽ ഒരു പീലി വെച്ചിട്ടുണ്ട്. അപ്പം അടുത്തുനിന്നായോണ്ടേ കുറച്ചും കൂടെ നന്നായിട്ട് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനെ. വേഗം നീക്കും, എന്നിരുന്നാലും ആ ഒരു മുഖം, ആ ഒരു രൂപം മനസ്സിൽ പതിയണ്ടേ, അത് കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാനായിട്ടും കൂടെ സാധിച്ചു. നെറ്റിയിൽ ഗോപീതിലകം ഉണ്ട് കേട്ടോ. വലിയ കാതുപൂക്കളാണ്, കുഞ്ഞുമുഖമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കാതുപൂക്കൾക്കൊക്കെ നല്ല വലിപ്പം തോന്നുന്നുണ്ടായിരുന്നു. അപ്പം നല്ല തിളക്കമുണ്ട്. പിന്നെ പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞുമുഖം. കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കഴുത്തിലും ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ ആയിട്ട് വലത്തെ കൈയിൽ വെണ്ണൂരുളയാണ്, ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ പട്ടുകോണകത്തിന്റെ ചുവന്ന പട്ടുകോണകത്തിന്റെ മുകളിലായിട്ട് കിങ്ങിണി ഒരു പതക്കം പോലെ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തുനിന്നായതുകൊണ്ട് നല്ല രസത്തിൽ കാണാനും ഉണ്ടായിരുന്നു. പിന്നെ 2 കാലുകളും ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാൽത്തളകളൊന്നും ഇന്നലെ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൽ പെടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ അടുത്ത് നിന്ന് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു. നല്ല സുന്ദരനായിട്ട് സന്തോഷവാനായിട്ട് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.